വേദന സഹിച്ചു നിൻ ശരീരശക്തി പോയത് നിരാശയിൽ മുഴുകി നീ കിടക്കുമ്പോൾ യേശു ശക്തൻ മാറ്റുവാൻ അറിയുന്നവനായതാൽ വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വേദന സഹിച്ചു നിൻ ശരീരശക്തി പോയതാൽ നിരാശയിൽ മുഴുകി നീ കിടക്കുമ്പോൾ യേശു ശക്തൻ മാറ്റുവാൻ അറിയുന്നവനായതാൽ വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 45-ാം സങ്കീർത്തനം 9-ാം വാക്യം. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കുന്നു. ഈ വാക്യത്തിൽ രാജാവിൻ്റെ മഹത്വവും അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന രാജ്ഞിയുടെ ബഹുമാനവും പ്രതിപാദിക്കുന്നു. രാജകുമാരിമാർ രാജാവിൻ്റെ സന്നിധിയിൽ ഉണ്ടെന്നുള്ളത് അവൻ്റെ മഹത്വവും അധികാരവും ബഹുമാനവും സൂചിപ്പിക്കുന്നു. ദൈവരാജ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വം അതിനേക്കാൾ എത്രയോ വലിയതാണ്. എല്ലാവരും അവൻ്റെ സന്നിധിയിൽ എത്തേണ്ടവരാണ്. രാജ്ഞി രാജാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളത് ബഹുമാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും അടയാളമാണ്. ആത്മീയമായി ഈ വാക്യത്തെ കാണുമ്പോൾ സഭയെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി കാണുന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ ജനത്തെ മഹത്വമുള്ള സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. രാജ്ഞി പൊന്നണിഞ്ഞവളായി ഈ വാക്യത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് വിശ്വാസികളുടെ ആത്മീയ ഒരുക്കത്തെയും വിശുദ്ധിയെയും പ്രതിപാദിക്കുന്നു. ദൈവസന്നിധി നിൽക്കുവാൻ നമ്മുടെ ജീവിതവും വിശുദ്ധിയോടെ ഒരുക്കപ്പെടണം. പ്രിയ സഹോദരങ്ങളെ, രാജാതി രാജാവും കർത്താതി കർത്താവുമായ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. വിശ്വാസം, വിശുദ്ധി, സമർപ്പണം എന്നിവയിലൂടെ ദൈവം നമ്മെ മഹത്വമുള്ള സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. ആ അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ തക്കവണ്ണം ഈ നാളുകൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടും വേർപാടോടും കാത്ത് സൂക്ഷിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള യോഗ്യത എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.